മെലിഞ്ഞുണങ്ങിയ നീളമൊന്നുമില്ലാത്ത എപ്പോഴും തല്ലുകൊള്ളുന്ന ഒരു പയ്യൻ ഒരു ലാബിൽ നിന്ന് ആ പയ്യന്റെ ശരീരത്തിൽ സൂപ്പർ സോൾജർ സിറം ഇഞ്ചെക്ട് ചെയ്തു. അങ്ങനെ ഈ പയ്യന്റെ ശരീരം ഒട്ടാകെ മാറി. അവൻ അമേരിക്കയുടെ തന്നെ ക്യാപ്റ്റനായി. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ക്യാപ്റ്റൻ അമേരിക്ക സൂപ്പർ ഹീറോന്റെ ഫസ്റ്റ് മൂവിയാണ് ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവെഞ്ചർ. പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും, എന്നാൽ കാണാത്തവർ മസ്റ്റ് ആയിട്ട് വീഡിയോ അവസാനം വരെ കാണുക. സോ കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്. സോ ഇവിടെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ആർട്ടിക്കിൽ വർഷങ്ങൾക്ക് മുൻപ് ക്രാഷ് ആയ ഒരു എയർക്രാഫ്റ്റ് കണ്ടെത്തുകയാണ്. അങ്ങനെ ആ എയർക്രാഫ്റ്റ് തകർത്ത് അവർ ആ എയർക്രാഫ്റ്റിന്റെ അകത്ത് കയറുകയാണ്. അങ്ങനെ അവിടെ എന്തോ ഒരു സാധനം ഐസിൽ മൂടിക്കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഐസ് മാറ്റി നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡാണ്. എവിടെയാണ് കഥ ആരംഭിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു സംഭവം പ്രസന്റിൽ നടന്നതാണ്. ഇനി നമ്മൾ നോക്കാനായി പോകുന്നത് വർഷം 1942 നടക്കുന്ന സംഭവങ്ങളാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലം. അപ്പോൾ ഇദ്ദേഹമാണ് റെഡ് സ്കൾ, കഥയിലെ വില്ലൻ. ഹൈഡ്ര എന്ന ഒരു സയൻസ് ഡിവിഷൻ സംഘത്തിന്റെ ലീഡറാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ നോർവേയിൽ എത്തിയത് ഒരു വസ്തു കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ആ വസ്തുവിന്റെ പേരാണ് ടെസറാക്ട്. അപ്പോൾ ടെസറാക്ട് എന്താണെന്ന് മാർവൽ സിനിമകൾ കണ്ടവർക്ക് അറിയുണ്ടാവും. എന്താണെന്ന് അറിയാത്തവർക്കായി ഒരു ക്യൂബ് ഷേപ്പുള്ള കണ്ടെയ്നർ ആണ്. അതിന്റെ അകത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ ഒരുപാട് ശക്തി മനുഷ്യന് കിട്ടുന്നതായിരിക്കും. എന്നാൽ അത് ഇവിടെ നോർവേയിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇദ്ദേഹമാണ് അതിന്റെ ഗാർഡിയൻ. അപ്പോൾ ഇദ്ദേഹത്തോട് അത് എവിടെയെന്ന് റെഡ് സ്കൾ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയതാണ് എന്നൊക്കെ ഗാർഡിയൻ വില്ലനോട് പറയാണ്. എന്നാൽ റെഡ് സ്കൾ അത് എവിടെയാണെന്ന് കണ്ടെത്തി ആ പെട്ടി തുറന്നപ്പോൾ അതിൽ നിന്ന് ഒരു ബ്ലൂ ലൈറ്റ് പ്രകാശിക്കുന്നത് കാണാം. അങ്ങനെ അത് കണ്ടപ്പോൾ വില്ലന് ഒരുപാട് സന്തോഷമായി. കാരണം ഇനി ഇത് വെച്ച് പല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാം, അതായത് മോശമായ കാര്യങ്ങൾ. അങ്ങനെ റെഡ് സ്കൾ ടെസറാക്റ്റും എടുത്ത് ആ ഗാർഡിയനെയും കൊന്നിട്ട് പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് നമ്മുടെ കഥാനായകനെ പരിചയപ്പെടാം. ഇതാണ് സ്റ്റീവ് റോജേഴ്സ്. ഗൈസ്, ഇത് ക്രിസ് ഇവാൻസ് തന്നെയാണ്, പക്ഷെ ഒരു ഡ്യൂപ്പിനെ വെച്ചാണ് ഇതുപോലെ ഒരു ബോഡി ആക്കിയത്. അപ്പോൾ നമ്മുടെ കഥാനായകന്റെ ബോഡി നമുക്ക് കാണാം. വളരെ മെലിഞ്ഞിട്ടുള്ള, ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ആളാണ് നമ്മുടെ ഹീറോ. പക്ഷെ ആളുടെ ബോഡി ഇങ്ങനെയാണെങ്കിൽ കൂടി ആളുടെ വലിയ ആഗ്രഹമാണ് പട്ടാളക്കാരനാവണം, എന്നിട്ട് രാജ്യത്തെ സേവിക്കണം. അതായത് ഹീറോ ആള് ഭയങ്കര രാജ്യസ്നേഹിയാണ്. എന്നാൽ പല തവണ ഹീറോ മിലിറ്ററി ടെസ്റ്റ് ഫെയിൽ ആവുകയാണ്. അതിന്റെ പ്രധാന കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ ഒരു ബോഡി വെച്ച ഒരാൾക്ക് ഒരിക്കലും പട്ടാളത്തിലൊന്നും സെലക്ഷൻ കിട്ടത്തില്ല. പോരാത്തതിന് നമ്മുടെ ഹീറോക്കാണെങ്കിൽ ആസ്മയുമുണ്ട്. അപ്പൊ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ സോറി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സർ പ്ലീസ് എനിക്ക് ഒരു ചാൻസ് താ എന്നൊക്കെ ഹീറോ പറയുന്നുണ്ട്. പക്ഷെ കാര്യമില്ല, അദ്ദേഹം ഹീറോനെ റിജക്ട് ചെയ്തു. സോ ഇവിടെ ഹീറോ തിയേറ്ററിൽ നിന്ന് സിനിമ കാണാനേ ഒറ്റക്ക് വന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലമായത് കൊണ്ട് തന്നെ സിനിമ തുടങ്ങുന്നതിന് മുൻപ് രാജ്യത്തിന്റെ പട്ടാളക്കാരുടെ സേവനങ്ങളൊക്കെ കാണിക്കും. സാധാരണ സിനിമ തുടങ്ങുന്നതിന് മുൻപ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറഞ്ഞ് പരസ്യം വരാറില്ലേ, അതുപോലെ. അപ്പൊ ഇതാണെങ്കിൽ കുറച്ച് ദൈർഘ്യമുള്ളതാണ്, ഒരു ഷോർട്ട് ഫിലിം ഒക്കെ പോലെ. അപ്പൊ ഒരുത്തനാണെങ്കിൽ ഒച്ചത്തിലും മതിയാക്കിയിട്ട് പെട്ടെന്ന് സിനിമ ആരംഭിക്കുക എന്നൊക്കെ പറയണം. അപ്പൊ ഹീറോ അവനോട് മര്യാദക്ക് സംസാരിച്ച് കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്ക്, ഇവര് രാജ്യത്തെ സേവിക്കുന്ന പട്ടാളക്കാരാണെന്നൊക്കെ പറയണം. അത് അവന് തീരെ പിടിച്ചിട്ടില്ല. സിനിമ കഴിഞ്ഞതിന് ശേഷം അവൻ ഹീറോനെ പുറത്തുനിന്ന് ഇടിച്ചിടുകയാണ്. പക്ഷെ ഇടി കൊള്ളുമ്പോഴും ഹീറോ ഓടി രക്ഷപ്പെടാനൊന്നും നോക്കുന്നില്ല. ഹീറോ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ അവൻ ഹീറോനെ ഇടിച്ചു നിലത്തിട്ടപ്പോഴാണ് ഒരു പട്ടാളക്കാരൻ അവിടെ എത്തിയത്. എന്നിട്ട് ഹീറോനെ ഇടിക്കുന്നവനെ ഒറ്റ ഇടിയിൽ ആ പട്ടാളക്കാരന് ഇടിച്ചു നിലത്തിട്ടു. അപ്പോ ഈ പട്ടാളക്കാരനാണ് ജെയിംസ്. നമ്മുടെ ഹീറോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജെയിംസ്. ജെയിംസ് ഹീറോന്റെ പോക്കറ്റിൽ നിന്ന് ആർമി സെലക്ഷന്റെ ഫോം കണ്ടെത്തി. അതിൽ ഹീറോ ഫില്ല് ചെയ്തൊക്കെ കളവാണ്. അതായത് കള്ളം പറഞ്ഞുകൊണ്ട് ആർമിയിൽ സെലക്ഷൻ കിട്ടാനാണ് ഹീറോന്റെ പ്ലാൻ. ജെയിംസിന് പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടി. നാളെ അവൻ ഇംഗ്ലണ്ടിലേക്ക് ചാർജ് എടുക്കാനായി പോവുകയാണ്. അപ്പോൾ ഇന്ന് നാട്ടിൽ അവന്റെ ലാസ്റ്റ് ഡേ ആണ്. അങ്ങനെ ഇന്ന് നമുക്ക് കറങ്ങാനായി പോകാം എന്നൊക്കെ ഹീറോനോട് ജെയിംസ് എന്ന ബെസ്റ്റ് ഫ്രണ്ട് പറയണം. സോ അവര് അന്ന് രാത്രി പോയത് ഒരു വലിയ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ അവരുടെ കൂടെ ജെയിംസിന്റെ ഗേൾ ഫ്രണ്ടും പുള്ളിക്കാരുടെ ഒരു കൂട്ടുകാരിയും ഉണ്ട്. അപ്പൊ അവിടുന്ന് അവർ പരിപാടിയൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ജെയിംസ് ഹീറോനെ നോക്കിയപ്പോൾ ഹീറോനെ കാണുന്നില്ല. ഇവൻ ഇത് എവിടെയാ പോയത്? അപ്പൊ അവിടെ ആർമി സെലക്ഷന്റെ റിക്രൂട്ട്മെന്റ് ഏരിയ ഉണ്ട്. അപ്പോ ഹീറോ അത് കണ്ടപ്പോൾ അവിടത്തേക്കാണ് പോയത്. സോ ഇവിടെ ഹൈറ്റ് റിക്രൂട്ട്മെന്റ് മെഷീൻ കാണും. അതിൽ ഒരുത്തൻ നിന്നപ്പോൾ കറക്റ്റ് ഹൈറ്റ് ആണ്, എന്നാൽ ഹീറോ നിന്നപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പൊ അവിടെ ജെയിംസ് വന്നിട്ട് ഹീറോയോട് ചോദിക്കാണ്, എടാ നിനക്കിത് മതിയായിട്ടില്ലേ? എത്രയെന്ന് വെച്ചാൽ നീ ഫോമിൽ കള്ളം പറഞ്ഞുകൊണ്ട് ആർമി സെലക്ഷന് അപ്ലൈ ചെയ്യുക. നീ ഒരു കാര്യം മനസ്സിലാക്കുക, നീ എന്ത് ചെയ്താലും അവർ നിനക്ക് സെലക്ഷൻ തരത്തില്ല, നീ അത് വിട്ടേക്ക് എന്നൊക്കെ ജെയിംസ് പറഞ്ഞപ്പോൾ ഹീറോ ഇല്ല ഞാൻ അത്
വിടത്തില്ല, എന്റെ ലക്ഷ്യമാണ് ഇത് എന്നൊക്കെ പറയാണ്. ശരി, നീ നിന്റെ ലക്ഷ്യത്തിന് വേണ്ടി എന്താന്ന് വെച്ചാ ചെയ്, പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ മണ്ടത്തരം ഒന്നും ചെയ്ത് വെച്ചേക്കരുത്. അതും പറഞ്ഞ് ഹീറോനെ കെട്ടിപ്പിടിച്ച് ബെസ്റ്റ് ഫ്രണ്ട് പോവുകയാണ്. ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ഇദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ അബ്രഹാം. ആളൊരു സയന്റിസ്റ്റ് ആണ്. സോ ദാ ഇവിടെ ഹീറോ മെഡിക്കലിന് വേണ്ടി വീണ്ടും വന്നു. അതായത് പട്ടാളത്തിലേക്കുള്ള സെലക്ഷൻ ഫോമിൽ പല കള്ളങ്ങളൊക്കെ എഴുതിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പെട്ടെന്നാണ് നേഴ്സ് ഡോക്ടറിന്റെ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ അവിടുന്ന് പുറത്തേക്ക് പോയി. അവിടെ ബാക്ക് സൈഡിൽ ഫോമിൽ കളവ് ചെയ്യാൻ പാടില്ല എന്ന് ബോർഡ് കാണും. അങ്ങനെ ഹീറോക്ക് ഏകദേശം മനസ്സിലായി തന്റെ ഫോമിലെ കളവ് പിടിച്ചു എന്ന്. ആ സമയമാണ് ഈ ഡോക്ടർ എബ്രഹാം അവിടെ കയറി വന്നത്. അദ്ദേഹം ഹീറോനോട് ചോദിക്കാണ്, നിന്റെ വീട് എവിടെയാണ്? നീ പല തവണ ആർമി സെലക്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാത്തിലും വ്യത്യസ്ത അഡ്രസ് ആണല്ലോ. സർ, ഞാൻ ആക്ച്വലി ബ്രൂക്കിൽ നിന്നാണ്. എന്റെ വലിയ ലക്ഷ്യമാണ് രാജ്യത്തെ സേവിക്കണമെന്ന്. എനിക്ക് ഒറ്റൊരു ചാൻസ് തരൂ, ഞാൻ പ്രൂവ് ചെയ്യും. അങ്ങനെ ഡോക്ടർ അബ്രഹാം ഹീറോനോട് പറയാണ്, ശരി, ഞാൻ നിനക്ക് ഒറ്റൊരു ചാൻസ് തരാം. ഹീറോന്റെ ഫോം അദ്ദേഹം അപ്രൂവ് ചെയ്യുകയാണ്. അതായത് അത്രയും പരിശ്രമിച്ചതിനു ശേഷം ഫൈനലി ഹീറോക്ക് പട്ടാളത്തിൽ ചേരാൻ ഒരു അവസരം ലഭിച്ചു, ഡോക്ടർ അബ്രഹാം കാരണം. പക്ഷെ ഇദ്ദേഹം എന്തിനാണ് മെലിനോണിങ്ങെ ഹീറോനെ പട്ടാളത്തിലേക്ക് സെലക്ഷൻ കൊടുത്തത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അപ്പോൾ ഇവിടെ ടെസറാക്റ്റുമായി വന്ന റെഡ് സ്കൾ ലാബിൽ നിന്ന് അത് ടെസ്റ്റ് ചെയ്യുകയാണ്. ആ ലാബിലെ റെഡ് സ്കളിന്റെ സയന്റിസ്റ്റ് ആണ് ഡോക്ടർ സോള. അവരങ്ങനെ ആ ടെസറാക്റ്റിന്റെ പവർ നോക്കിയപ്പോൾ അതൊരു ഒന്നൊന്നര പവർ ആണെന്ന് അവർക്ക് മനസ്സിലായി. സോ അതായത് നാസികൾക്ക് ഇത് വെച്ച് അമേരിക്കയെ യുദ്ധത്തിൽ വളരെ നിഷ്പ്രയാസം അറ്റാക്ക് ചെയ്യാൻ കഴിയും. അമേരിക്കയെ മാത്രമല്ല, ലോകത്തെ മുഴുവനും. അപ്പോ ദാ ഇവിടെ നമ്മുടെ ഹീറോന്റെ പട്ടാളത്തിന് സെലക്ഷൻ ആരംഭിച്ചു. അവിടെ വന്ന സുന്ദരിയായ ഈ പട്ടാളക്കാരിയാണ് നമ്മുടെ കഥാനായിക. പുള്ളിക്കാരിയുടെ പേര് പെഗ്ഗി കാർട്ടർ എന്നാണ്. ഇവനാണ് ഹോഡ്ജ്. ആളൊരു ബുള്ളിയാണ്. അതായത് ഹോഡ്ജ് ഹീറോനൊക്കെ വെറുതെ അങ്ങ് കളിയാക്കും. സോ അത്ര നല്ല സ്വഭാവമുള്ള ആളല്ല ഹോഡ്ജ്. ഇദ്ദേഹമാണെങ്കിൽ പെഗ്ഗിയും കളിയാക്കുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരി ഹോഡ്ജിനെ ഒറ്റയിടിയിൽ നിലത്തിട്ടു. ഇദ്ദേഹമാണ് കേണൽ ഫിലിപ്സ്. പട്ടാളക്കാരെയൊക്കെ പരിശീലിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്. കേണൽ ഫിലിപ്സ് പറയാണ്, ഗൈസ്, നമ്മുടെ ആർമി മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും അടിപൊളി ഫിസിക്കലാണ്. അപ്പോഴാണ് അദ്ദേഹം ഹീറോനെ കാണുന്നത്. ഹീറോനെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ അബ്രഹാമിനെ ഫിലിപ്സ് തുറിച്ചു നോക്കുകയാണ്. അങ്ങേര് എന്ത് കണ്ടിട്ടാണ് ഇവനെ സെലക്ട് ചെയ്തത് എന്ന മട്ടിൽ. അപ്പൊ ഇവിടെ അവരെ പരിശീലിപ്പിക്കുന്നത് കാണാം. പല കോമ്പറ്റീഷൻ നടത്തുകയാണ്. ഇതിൽ നിന്ന് ആരാണോ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ആ ഒരു പട്ടാളക്കാരനെ സെലക്ട് ചെയ്ത് ഒരു സിറം ഇൻജെക്ട് ചെയ്യും. സൂപ്പർ സോൾജർ എന്നാണ് ആ സിറമിന്റെ പേര്. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഡോക്ടർ അബ്രഹാം. സോ ഇവിടെ ടെസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റിലും നമ്മുടെ ഹീറോ പിന്നിലാണ്. ഹോഡ്ജ് എന്നവരാണ് മുന്നിൽ. അവിടെ ഒരു തൂണുണ്ട്. ആ തൂണിൽ ഒരു ഫ്ലാഗ് ഉണ്ട്. അപ്പൊ കേണൽ ഫിലിപ്സ് പട്ടാളക്കാരോട് ആ ഫ്ലാഗ് എടുക്കാനായി പറയാണ്. എന്നാൽ ആർക്കും ആ തൂണിൽ കയറാൻ ആവുന്നില്ല. സ്ലിപ്പായി പോയിക്കൊണ്ടേ നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും ട്രൈ എങ്കിലും ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീറോ ട്രൈ പോലും ചെയ്യുന്നില്ല. എന്നാൽ എല്ലാവരും പിന്മാറിയതിനു ശേഷം ഹീറോ ആ തൂണിന്റെ സ്ക്രൂ അയച്ച് തൂണ് നിലത്തിട്ട് ഫ്ലാഗ് എടുത്തു. അപ്പൊ ഫിലിപ്സ് അബ്രഹാമിനോട് ചോദിക്കാണ്, അവനെ എന്ത് കണ്ടാണ് താങ്കൾ സെലക്ട് ചെയ്തത്? എന്റെ അഭിപ്രായത്തിൽ അവൻ ഫിറ്റ് അല്ല. ഞാൻ റോഡ്ജറിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അവനാണ് ഇതിൽ ബെസ്റ്റ്. എന്നാൽ വീണ്ടും ഒരു ടെസ്റ്റ് കൂടി ഫിലിപ്സ് നടത്തുകയാണ്. അതായത് പട്ടാളക്കാരെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രനേഡ് അവരുടെ അടുത്തേക്ക് എറിയുകയാണ്. അങ്ങനെ എല്ലാ പട്ടാളക്കാരും ഓടി രക്ഷപ്പെട്ട് ഒളിക്കുകയാണ്, അവരുടെ സ്വന്തം ജീവനെ രക്ഷിച്ചിട്ട്. എന്നാൽ നമ്മുടെ ഹീറോ മാത്രം ഗ്രനേഡിന്റെ മുകളിൽ ചാടി കയറി കിടക്കുകയാണ്. എന്തിനു? മറ്റുള്ളവരെ സേഫ് ആക്കാനായി. സ്വന്തം ജീവൻ പോലും ഹീറോ നോക്കിയിട്ടില്ല. പക്ഷെ അതൊരു ഫേക്ക് ഗ്രനേഡ് ആണ്. ഫിലിപ്സ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ഹീറോന്റെ ഈ പെരുമാറ്റം കണ്ട് എല്ലാവരും ശരിക്കും ഇംപ്രസ് ആയി. നമ്മുടെ കഥാനായികക്കും ഹീറോനോട് ഒരു ഇംപ്രഷൻ ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇവിടെ രാത്രി ഹീറോനെ കാണാൻ ഡോക്ടർ അബ്രഹാം വന്നു. അദ്ദേഹത്തോട് ഹീറോ എന്തിനാണ് താങ്കൾ എന്നെ സെലക്ട് ചെയ്ത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം റെഡ് സ്കളിനെ കുറിച്ചൊക്കെ പറയാണ്. റെഡ് സ്കളിന്റെ റിയൽ നെയിം സ്കിമിഡറ്റ് എന്നാണ്. സ്കിമിഡറ്റ് അബ്രഹാമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ സ്കിമിഡറ്റ് അദ്ദേഹത്തെ കെട്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി ഈ സിറം ഇഞ്ചെക്ട് ചെയ്യാനായി പറയാണ്. എന്നാൽ അബ്രഹാമിന് അതിന് താല്പര്യമില്ലെങ്കിലും അദ്ദേഹം അതിന് നിർബന്ധിതനാവുകയാണ്. അങ്ങനെ താല്പര്യമില്ലാതെ സ്കിമിഡിന് അബ്രഹാം സിറം കൊടുത്തു. അങ്ങനെ റെഡ് സ്കൾ അത് സ്വയം ഇൻജെക്ട് ചെയ്ത് വളരെയധികം പവർഫുൾ ആയി. പക്ഷെ സിറം കംപ്ലീറ്റഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് പല സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ ഉപരി ഈ സിറം എടുക്കുന്നവന്റെ മനസ്സ് നല്ലതായിരിക്കണം. മോശം സ്വഭാവമുള്ള ഒരാളാണ് ഈ സിറം ഇൻജെക്ട് ചെയ്യുന്നതെങ്കിൽ അവൻ അവന്റെ ശക്തി ദുരുപയോഗം ചെയ്യും. അതേപോലെ അതിന്റെ സൈഡ് എഫക്ട്സും അവന് ഫേസ് ചെയ്യും. എന്നാൽ നീ അങ്ങനെയല്ല എന്ന് എനിക്ക് നന്നായി മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സെലക്ട് ചെയ്തത്.
സോ നാളെയാണ് പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കുന്നത്, അതായത് ഹീറോന്റെ ശരീരത്തിൽ സിറം ഇഞ്ചെക്ട് ചെയ്യുന്ന ദിവസം. സോ ഈ വിവരം ഇവിടെ റെഡ് സ്കൾ അറിഞ്ഞിട്ടുണ്ട്. അവനാണെങ്കിൽ സിറം മോഷ്ടിക്കാനായിട്ട് തന്റെ പട്ടാളക്കാർക്ക് വിവരവും കൊടുത്തിട്ടുണ്ട്. കാരണം റെഡ് സ്കളിന് പേടിയുണ്ട് ആ സിറം ഇഞ്ചെക്ട് ചെയ്താൽ അത് അവനെ പവർഫുൾ ആക്കുമെന്ന്. സോ ഇവിടെ നമ്മുടെ ഹീറോ പെഗ്ഗിയുടെ കൂടെ കാർ ലാബിലേക്ക് പോവുകയാണ്. പുള്ളിക്കാരന്റെ സംസാരമൊക്കെ കേട്ടിട്ട് പെഗ്ഗിക്ക് ഹീറോനെ ഇഷ്ടമൊക്കെ ആവുന്നുണ്ട്. കാരണം അത്രയും നല്ല സ്വഭാവമുള്ള ആളാണ് നമ്മുടെ ഹീറോ. സോ ഇവിടെ ലാബിൽ എത്തിയ ഉടനെ ഒരു ഫോട്ടോഗ്രാഫർ ഹീറോന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഡോക്ടർ എബ്രഹാം ഹീറോനോട് ചോദിക്കാണ്, നീ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ നിന്റെ ഷർട്ടും ടൈയും ഹാറ്റും അഴിക്കുക. അങ്ങനെ ഹീറോ ഷർട്ടൊക്കെ അയച്ച് മെഷീനിൽ കയറി കിടക്കുന്നത് കാണാം. ഈ മെഷീനിൽ നിന്നാണ് പ്രൊസീജിയേഴ്സ് ചെയ്യുക. സോ ഇവിടെ ഹീറോന്റെ ശരീരത്തിൽ സിറം ഇഞ്ചെക്ട് ചെയ്യുന്നത് കാണാം. അങ്ങനെ അതിനുശേഷം ആ മെഷീൻ അടക്കുകയാണ്. അങ്ങനെ 10%, 20%, 30%, 70% ആയപ്പോൾ ഹീറോ ഭയങ്കരമായിട്ട് അതിന്റെ അകത്തുനിന്ന് നിലവിളിക്കാനായി തുടങ്ങി. അങ്ങനെ പെഗ്ഗിക്കൊക്കെ ശരിക്കും പേടിയായി. പെഗ്ഗി ഡോക്ടറിനോട് നിർത്ത്, അത് ഓഫ് ചെയ്യ എന്നൊക്കെ പേടിച്ചിട്ട് പറയാണ്. എന്നാൽ നിലവിളിച്ചുകൊണ്ട് ഹീറോ പറയാണ്, വേണ്ട, ഒന്നും ചെയ്യേണ്ട, എന്നെ കൊണ്ട് ഇതിന് പറ്റുമെന്ന്. അങ്ങനെ 100% ആയി. മെഷീൻ തുറന്നപ്പോൾ മെലിനുണങ്ങിയ നീളമൊന്നുമില്ലാത്ത ഹീറോന്റെ ഇപ്പോഴത്തെ രൂപം നിങ്ങൾ കണ്ടോ? നീളം വെച്ചു ആള് ഭയങ്കര മസ്കുലറുമായി. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഡോക്ടറിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. പിന്നെ ഗൈസ്, നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടോ? ഇദ്ദേഹം ആൾമാറാട്ടം നടത്തി അവിടെ ലാബിൽ കയറി കൂടിയതാണ്. ഇദ്ദേഹം ആക്ച്വലി റെഡ് സ്കളിന്റെ ചാരനാണ്. അങ്ങനെ ഇദ്ദേഹമാണെങ്കിൽ അവിടുന്ന് ഒരു സീറം മോഷ്ടിച്ച് ഡോക്ടർ അബ്രാമിനെ ഷൂട്ട് ചെയ്ത് ഓടി രക്ഷപ്പെടുകയാണ്. പെഗ്ഗി അവനെ വെടിവെക്കാനായി നോക്കിയെങ്കിലും അവന് രക്ഷപ്പെട്ടു. നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ ഹീറോന്റെ കയ്യിൽ കിടന്നു മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ അവൻ ഒരു ടാക്സി കാർ എടുത്ത് രക്ഷപ്പെടാനായി നോക്കുമ്പോൾ പെഗ്ഗി മുന്നിൽ നിന്ന് അവനെ ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ പെഗ്ഗി ഇടിക്കാനായി വന്നപ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് ചാടി വന്ന് പുള്ളിക്കാരിയെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ആ ചാരനെ പിടികൂടാനായി ആ കാറിന്റെ പിന്നാലെ ഹീറോ ഓടുകയാണ്. അങ്ങനെ അവന്റെ കാറിന്റെ മുകളിൽ ഹീറോ എങ്ങനെയൊക്കെയോ ഒരു വിധം കയറി. അവനാണെങ്കിൽ കാറിന്റെ മുകളിലേക്ക് ഹീറോനെ ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. ആ സമയം അവന്റെ കൺട്രോൾ തെറ്റി കാർ ക്രാഷ് ആവുകയാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്ത് അവിടുന്ന് ഒരു കുട്ടിയും അവന് തട്ടിയെടുത്ത് ഓടുകയാണ്. എന്നിട്ട് ഹീറോനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ആ കുട്ടിയെ അവന് വെള്ളത്തിലേക്ക് ഇട്ടു. ഹീറോ കുട്ടിയെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടാൻ പോകുമ്പോൾ ആ കുട്ടി ഹീറോനോട് പറയാണ്, എന്നെ താങ്കൾ രക്ഷിക്കേണ്ട, അവനെ ചെന്ന് പിടിക്ക്, എനിക്ക് നീന്താൻ അറിയാം. സോ വെള്ളത്തിൽ അവന്റെ ജെറ്റ് ഉണ്ട്. അങ്ങനെ അവന് ജെറ്റുമായി രക്ഷപ്പെടാനായി പോകുമ്പോൾ ഹീറോ പെട്ടെന്ന് നീന്തി അവന്റെ ജെറ്റിൽ നിന്ന് പിടിച്ച് പുറത്തിടുകയാണ്. ആ സമയം അവൻ മോഷ്ടിച്ച സിറം നിലത്ത് വീണ് പൊട്ടിയിട്ടുമുണ്ട്. അവനോട്, നീ ആരാ, നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഹെയിൽ ഹൈഡ്ര എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെടുകയാണ്. സോ ഇവിടെയാണെങ്കിൽ റെഡ് സ്കളിന്റെ ചാരൻ വന്നെത്തിയ ജെറ്റ് അവരെ പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് മനസ്സിലായി റെഡ് സ്കളിന്റെ ഹൈഡ്രയാണ് അവരെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിച്ചത്. അതുകൊണ്ട് ഇവർ അവരെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കേണൽ ഫിലിപ്സ് ആണെങ്കിൽ ഹീറോനെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചിട്ടില്ല. കാരണം ഹീറോ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് വാർത്തയായിട്ടുണ്ട്. അങ്ങനെ ആരാണ് ആ മൈസ്ട്രി മാൻ എന്ന് ജനങ്ങൾ തിരയുകയാണ്. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥർ ഹീറോനെ യുദ്ധത്തിൽ പോകാനായി അനുവദിച്ചിട്ടില്ല. പകരം അമേരിക്കൻ പട്ടാളക്കാരുടെ പരസ്യത്തിലും കോമിക്സിലും ഒക്കെ അഭിനയിപ്പിച്ച് പ്രൊമോട്ട് ചെയ്യിക്കുകയാണ്. ഹീറോന്റെ ആ കഥാപാത്രത്തിന് അവരിട്ട പേരാണ് ക്യാപ്റ്റൻ അമേരിക്ക. ഈ ഒരു കഥാപാത്രത്തിന് പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായി. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ എല്ലാവരും ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെ ഫോട്ടോസ് എടുക്കാനായി എത്താറുണ്ട്. അതേപോലെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പല കോമിക്സ് റിലീസായി, ഷോർട്ട് ഫിലിംസ് റിലീസായി. എന്നാൽ ഹീറോക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. തന്റെ മേൽ ഉദ്യോഗസ്ഥരുടെ നിർബന്ധപ്രകാരമാണ് ഹീറോ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. തന്റെ ആർമി ബേസിൽ ഒരു ദിവസം ഹീറോ ഇതുപോലെ കോസ്റ്റ്യൂം ധരിച്ച് പരിപാടിക്ക് എത്തിയപ്പോൾ പട്ടാളക്കാരൊക്കെ ഹീറോനെ കളിയാക്കുകയാണ്. നീ വേണ്ട, ആ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെ വിളിക്ക്, നിന്നെ കൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രയോജനവുമില്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം പട്ടാളക്കാർ തന്നെ ഹീറോനെ കളിയാക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ട് താൻ ഒരു കോമാളിയായി അഭിനയിക്കുകയാണ് എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഹീറോനെ കാണാനായി കഥാനായിക പെഗ്ഗി എത്തിയത്. പുള്ളിക്കാരി ഹീറോനോട് പറയാണ്, എനിക്കറിയാം നീ ഇതിനു വേണ്ടിയുള്ള ആളല്ല എന്ന്. അതുപോലെ റെഡ് സ്കൾ ആണെങ്കിൽ നമ്മുടെ പട്ടാളക്കാരെയൊക്കെ പിടിയിലാക്കിയിട്ടുണ്ട്. ആകെ 50 പട്ടാളക്കാർ മാത്രമേ തിരിച്ചെത്തിയിട്ടുള്ളൂ. അതായത് ഹീറോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജെയിംസ് ഉൾപ്പെടെ അവിടെ റെഡ് സ്കളിന്റെ പിടിയിലായിട്ടാണ് ഉള്ളത്. അങ്ങനെ ഹീറോ മേലുദ്യോഗസ്ഥരോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി, ആ പട്ടാളക്കാർ ഇനി തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. അവരുടെ വീട്ടിലേക്കൊക്കെ ഈ വിവരം അറിയിക്കാനായി പോവുകയാണ്. അവരെ രക്ഷിക്കാൻ പാടാണ്. പിന്നെ നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെയാണ് മേലുദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഹീറോ അങ്ങനെ അത് വിടാൻ തയ്യാറല്ല. ഹീറോ മേൽ ഉദ്യോഗസ്ഥരോട് പറയാതെ അവരെ രക്ഷിക്കാനായി പോവുകയാണ്. ഹീറോന്റെ പൊട്ടൻഷ്യൽ ശരിക്കും അറിയുന്നത് പെഗ്ഗിക്കാണ്. പെഗ്ഗി, ഞാൻ നിന്നെ സഹായിക്കാം എന്നും ഹീറോനോട് പറയാണ്. അങ്ങനെ അവര് ഫ്ലൈറ്റിലാണ് ആ സ്ഥലത്തേക്ക് പട്ടാളക്കാരെ രക്ഷിക്കാനായി പോകുന്നത്. അങ്ങനെ പറന്ന സ്ഥലത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഹീറോ ഫ്ലൈറ്റിൽ നിന്ന് പാരഷൂട്ട് വെച്ച് ചാടി. സോ
ഇവിടെ റെഡ് സ്കൾ പിടിച്ചടച്ച അമേരിക്കൻ പട്ടാളക്കാരെ അവരുടെ ജോലിക്കാരാക്കി മാറ്റാനാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാവൽക്കാരാണ് പുറത്ത് നിൽക്കുന്നത്. എന്നാൽ അവരെയൊക്കെ അടിച്ചു വീഴ്ത്തിയിട്ടും ട്രിക്സ് ഉപയോഗിച്ചിട്ടൊക്കെ തന്ത്രപൂർവ്വം ഹീറോ അകത്ത് കയറിക്കൂടുകയാണ്. അങ്ങനെ തന്റെ പട്ടാളക്കാരൊക്കെ ക്യാപ്റ്റൻ അമേരിക്ക കണ്ടെത്തി അവരെയൊക്കെ തുറന്നു വിട്ടു. അതിനുശേഷം ജെയിംസിനും തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും ക്യാപ്റ്റൻ അമേരിക്ക കണ്ടെത്തി രക്ഷപ്പെടുത്തി. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്യാപ്റ്റൻ അമേരിക്ക രക്ഷപ്പെടുത്തിയ അമേരിക്കൻ പട്ടാളക്കാരും ഹൈഡ്ര ഗാങ്ങും ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ ഹീറോ ജെയിംസുമായി രക്ഷപ്പെടുന്ന സമയത്ത് ഈ റെഡ് സ്കളിന്റെ മുന്നിൽ ചെന്ന് പെട്ടു. അദ്ദേഹത്തെ ഹീറോ ഇടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ ചർമ്മം ചെറുതായി ചുളിഞ്ഞത് കാണാം. അങ്ങനെ അദ്ദേഹം തന്റെ മുഖം മൂടി അയക്കുകയാണ്. അങ്ങനെ മുഖം മുഴുവനും റെഡ് ആയത് കാണാം. അതായത് അദ്ദേഹത്തിന്റെ മുഖത്തിലെ ചർമ്മമെല്ലാം ഡോക്ടർ അബ്രഹാമിന്റെ സിറം ഇൻജെക്ട് ചെയ്തപ്പോൾ പൊള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിന് ഇവിലായിട്ടുള്ള സ്വഭാവമായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ റെഡ് സ്കൾ ആണെങ്കിൽ ആ സ്ഥലം ഒട്ടാകെ കത്തിച്ചിട്ട് തന്റെ ജെറ്റും എടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുന്ന സമയത്ത് ഡോക്ടർ സോളാക്ക് തന്റെ കാറിന്റെ താക്കോല് റെഡ് സ്കൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ റെഡ് സ്കൾ ജെറ്റിൽ കൂട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മേലുദ്യോഗസ്ഥരൊക്കെ പെഗ്ഗിയെ വഴക്ക് പറയുകയാണ്. കാരണം അവൾ കാരണമാണ് അവർക്ക് ക്യാപ്റ്റൻ അമേരിക്കയെ നഷ്ടമായത്. അവർ ഉറപ്പിച്ചു പട്ടാളക്കാരെ രക്ഷിക്കാനായി പോയ ക്യാപ്റ്റൻ അമേരിക്ക മരണപ്പെട്ടു എന്ന്. എന്നാൽ പെഗ്ഗി പറയാണ്, ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചേ മടങ്ങൂ. ആ സമയമാണ് പുറത്തുനിന്ന് പട്ടാളക്കാരൊക്കെ ബഹളം വെക്കുന്നത് അവർ കേട്ടത്. എന്താണ് എന്ന് നോക്കാനായി ചെന്നപ്പോൾ അവർ കാണുന്നത് ക്യാപ്റ്റൻ അമേരിക്ക പട്ടാളക്കാരെയൊക്കെ രക്ഷിച്ചു കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഹീറോനെ കളിയാക്കിയവർ തന്നെ ഹീറോക്ക് വേണ്ടി കൈയടിക്കുകയാണ്. ഇവിടെ ഒരു പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടിയിൽ നിന്ന് അവര് ചർച്ച ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഹൈഡ്രനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ ആ പാർട്ടിയിൽ നമ്മുടെ പെഗ്ഗി അതിസുന്ദരിയായിട്ട് വരികയാണ്. പുള്ളിക്കാരിയെ കണ്ടപ്പോൾ തന്നെ ഹീറോക്ക് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുമുണ്ട്. ഇവിടെ ഇദ്ദേഹമാണെങ്കിൽ ഹീറോക്ക് ഷീൽഡ് ആക്കാനായിട്ട് ഒരു മെറ്റീരിയൽ കൊടുക്കുകയാണ്. അപ്പൊ ഇത് വെറും ഒരു സ്റ്റീൽ അല്ല, ഭൂമിയിലെ വളരെ റെയർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ പേര് വൈബ്രാനിയം എന്നാണ്. അപ്പൊ ഇത് വെച്ചായിരിക്കും അവർ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് നിർമ്മിക്കാനായിട്ട് പോകുക. പെഗ്ഗി അവിടെ വന്നപ്പോൾ ഹേ പെഗ്ഗി നോക്ക് എങ്ങനെയുണ്ട് എന്ന് ഹീറോ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി തോക്കെടുത്ത് വെടിവെക്കുകയാണ്. അതിന് ഒന്നും പറ്റിയിട്ടില്ല. കൊള്ളാം എന്നും പറഞ്ഞ് പുള്ളിക്കാരി നടന്നുപോയി. ഇത് കണ്ട് ഹീറോ തന്നെ പേടിച്ചു പോയി. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയും സംഘവും റെഡ് സ്കളിന്റെ ഓരോ സ്ഥലത്തും പോയിട്ട് അവരുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇതൊക്കെ കണ്ട് റെഡ് സ്കളിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അതേപോലെ ഇവിടെ തിയേറ്ററിൽ നിന്ന് അതിന്റെ ഫൂട്ടേജസ് പെഗ്ഗി കാണുകയാണ്. അപ്പൊ അതിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ കോമ്പസിന്റെ അകത്ത് പെഗ്ഗിയുടെ ഫോട്ടോ വെച്ചതായിട്ടും പുള്ളിക്കാരി കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് പെഗ്ഗി ചേച്ചി ഇംപ്രസ് ആവുന്നുണ്ട്. ഇവിടെ ഇവരുടെ മിഷൻ റെഡ് സ്കളിന്റെ സയന്റിസ്റ്റ് ആയ ഡോക്ടർ സോളനെ പിടികൂടുക എന്നതാണ്. അപ്പോൾ അദ്ദേഹം ആ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ആ ട്രെയിൻ എത്താനായി ഇവിടെ ക്യാപ്റ്റൻ അമേരിക്കയും സംഘവും കാത്തു നിൽക്കുന്നുണ്ട്. ട്രെയിൻ വരുന്ന സമയത്ത് റോപ്പ് വഴി അവർ ആ ട്രെയിനിന്റെ മുകളിലേക്ക് ചാടി കയറി. അങ്ങനെ ട്രെയിനിന്റെ അകത്ത് ക്യാപ്റ്റൻ അമേരിക്കയും ജെയിംസും കയറി. എന്നിട്ട് ഹൈഡ്ര പട്ടാളക്കാരുമായി ഏറ്റുമുട്ടുകയാണ്. ഈ ഏറ്റുമുട്ടുന്ന സമയത്ത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട് ജെയിംസ് ട്രെയിനിന്റെ പുറത്ത് വീഴാനായിട്ടുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്ക ജെയിംസിനെ രക്ഷപ്പെടുത്താനായി നോക്കിയെങ്കിലും ജെയിംസ് ട്രെയിനിൽ നിന്ന് ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അങ്ങനെ അത് കണ്ട് ക്യാപ്റ്റൻ അമേരിക്ക സങ്കടത്തോടെ കരയുകയാണ്, തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട്. എന്തായാലും അവർ ഇവിടെ ഡോക്ടർ സോളനെ പിടിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അവര് സോളനെ ചോദ്യം ചെയ്തു. അതായത് റെഡ് സ്കളിന്റെ ഉദ്ദേശം എന്താണ്, അവന്റെ ടാർഗറ്റ് എന്താണ്. സോള പറയാണ് അവന്റെ ടാർഗറ്റ് ഈ ലോകമാണ്, അമേരിക്ക മാത്രമല്ല ലോകമെമ്പാടും അവന്റെ ടാർഗറ്റ് ആണ്. അവന് ഈ ഭൂമിയിലെ ദൈവമാവണം. അപ്പൊ ഇവിടെ റെഡ് സ്കൾ തന്റെ സൈന്യത്തോട് പറയാണ്, നാളെ ഈ ലോകം നമ്മൾ കൈക്കലാക്കും, ഹെയിൽ ഹൈഡ്ര. അങ്ങനെ സൈന്യവും എല്ലാവരും ഹെയിൽ ഹൈഡ്ര എന്ന് പറയുകയാണ്. അപ്പൊ എന്ത് വലിയ സൈന്യമാണ് എന്ന് നോക്കിയ ഗൈസ്. ഇവിടെ ഹീറോ ജെയിംസിനെ രക്ഷിക്കാനാവാത്ത സങ്കടത്തിൽ ഇരുന്ന് വെള്ളമടിക്കുകയാണ്. അവിടെ ഹീറോനെ കാണാനായി സമാധാനിപ്പിക്കാനുമായി പെഗ്ഗി ചെന്നു. എന്നിട്ട് നിന്റെ തെറ്റുകൊണ്ടല്ല, നീ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ക്യാപ്റ്റൻ അമേരിക്കയെ സമാധാനിപ്പിക്കുകയാണ്. ഇവിടെ റെഡ് സ്കളിന്റെ പ്ലാന് അവർക്ക് സോള പറഞ്ഞത് വെച്ച് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ ക്യാപ്റ്റൻ അമേരിക്കയും സംഘവും തയ്യാറെടുക്കുകയാണ്. അവർ എന്ത് വന്നാലും റെഡ് സ്കളിനെ പരാജയപ്പെടുത്തിയിരിക്കും. ഇവിടെ ഒരു കിഡിലൻ ബൈക്കിൽ ക്യാപ്റ്റൻ അമേരിക്ക വന്ന് റെഡ് സ്കളിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടുന്നത് കാണാം. എന്നാൽ അവസാനം ഒരുപാട് ആൾക്കാർ വന്ന് ക്യാപ്റ്റൻ അമേരിക്കയുടെ ചുറ്റും വളയുകയാണ്. ക്യാപ്റ്റൻ അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അവര് ക്യാപ്റ്റൻ അമേരിക്കയെ പിടികൂടി. എന്നിട്ട് റെഡ് സ്കളിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. റെഡ് സ്കൾ പറയണം, നീ മുട്ടാൻ വന്ന ആള് മാറിപ്പോയി. ഞാൻ ഈ ലോകത്തിലെ ദൈവം ആവാനായി പോകുന്ന ആളാണ്. ഈ ലോകം എന്റേതാണ്, എന്റേതും മാത്രം.
അങ്ങനെ റെഡ് സ്കള് ക്യാപ്റ്റൻ അമേരിക്ക ഇടിച്ച് വീഴ്ത്തിയിട്ട് വെടിവെച്ച് കൊല്ലാനായി പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും ദാ ദൂരെ നിന്നും റോപ്പ് വെച്ച് ക്യാപ്റ്റൻ അമേരിക്കയുടെ പട്ടാളക്കാര് വന്നു. അവിടെ ഭയങ്കര വെടിവെപ്പായി. ആ തക്കം റെഡ് സ്കളിന്റെ അടുത്തുനിന്ന് ക്യാപ്റ്റൻ അമേരിക്ക രക്ഷപ്പെട്ടു. പിന്നീട് ഈ ഹൈഡ്ര സൈന്യവും ക്യാപ്റ്റൻ അമേരിക്കയുടെ പട്ടാളക്കാരും ഭയങ്കര വെടിവെപ്പും ഏറ്റുമുട്ടലുമാണ്. ഈ സമയം റെഡ് സ്കൾ എയർക്രാഫ്റ്റും എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാനായി പോവുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ അമേരിക്ക സൈന്യത്തെയൊക്കെ അടിച്ചു വീഴ്ത്തി ആ എയർക്രാഫ്റ്റ് പറക്കാനായപ്പോൾ അതിന്റെ പിന്നാലെ ഓടി പോവുകയാണ്. അപ്പോഴാണ് ഫിലിപ്സ് കാറുമായി അവിടെ വന്നത്. അങ്ങനെ ആ കാറിൽ കയറി ക്യാപ്റ്റൻ അമേരിക്ക എയർക്രാഫ്റ്റിൽ കയറി പിടിക്കാനായി പോവുകയാണ്. ഈ സമയം പെഗ്ഗി ഹീറോക്ക് കിസ് കൊടുത്തിട്ട് അവനെ പിടിക്കണമെന്ന് പറയുകയാണ്. അതായത് ഈ ഒരു സമയത്താണ് ഇവര് രണ്ടുപേരും ശരിക്കും ഇഷ്ടത്തിലാവുന്നത് തന്നെ. അങ്ങനെ ഫൈനലി ഹീറോ ചാടി കയറി റെഡ് സ്കളിന്റെ എയർക്രാഫ്റ്റ് കയറി പിടിച്ചു. അങ്ങനെ അതിന്റെ അകത്ത് കയറിയപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക കാണുന്നത് ബോംബുകളാണ്. അതിലൊക്കെ ഓരോ സ്ഥലത്തിന്റെ പേരുമുണ്ട്. ന്യൂയോർക്ക്, ഷിക്കാഗോ അങ്ങനെയൊക്കെ. അതായത് ഇതൊക്കെ അവിടെ ഡിപ്ലോയ് ചെയ്ത് ആ സ്ഥലമൊക്കെ കൈക്കലാക്കാനാണ് റെഡ് സ്കൾ പോകുന്നത്. സോ ഇവിടെ എയർക്രാഫ്റ്റിന്റെ അകത്തും പട്ടാളക്കാരുണ്ട്. അവരെയൊക്കെ ഹീറോ അറ്റാക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഹീറോ റെഡ് സ്കളുമായി ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ അവസാനം റെഡ് സ്കൾ ആ ടെസറാക്ട് എടുത്ത് കയ്യിൽ പിടിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അതിന്റെ ശക്തി കാരണം അപ്രത്യക്ഷമാവുകയാണ്, അഥവാ മരണപ്പെടുകയാണ്. പിന്നീട് ആ ഫ്ലൈറ്റിൽ ക്യാപ്റ്റൻ അമേരിക്ക തനിച്ചാണ്. ആ എയർക്രാഫ്റ്റ് ക്യാപ്റ്റൻ അമേരിക്കക്ക് ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാനും ആവുന്നില്ല. കൺട്രോൾ റൂമിൽ നിന്ന് പെഗ്ഗി വിളിച്ചിട്ട് ക്യാപ്റ്റൻ അമേരിക്കയോട് സംസാരിക്കുകയാണ്. ആദ്യം തന്നെ ഹീറോ പറഞ്ഞത് റെഡ് സ്കൾ മരണപ്പെട്ടു എന്നാണ്. അങ്ങനെ പെഗ്ഗി ഫ്ലൈറ്റ് സേഫ് ലാൻഡ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. എന്നാൽ ആ ഫ്ലൈറ്റ് ന്യൂയോർക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. അത് അവിടം വരെ എത്തിയാൽ വലിയ അപകടം ഉണ്ടാവും. അതുകൊണ്ട് ഫ്ലൈറ്റ് സേഫ് ലാൻഡ് ചെയ്യാൻ ആവത്തില്ല. ഞാൻ ഇവിടെ ലാൻഡ് ചെയ്യുകയാണ് എന്ന് ക്യാപ്റ്റൻ അമേരിക്ക പറയാണ്. അതായത് ക്യാപ്റ്റൻ അമേരിക്ക ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ സ്വന്തം ജീവൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. അതായത് ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ചെയ്തിട്ട്. അങ്ങനെ പെഗ്ഗിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നും പറഞ്ഞു പുള്ളിക്കാരിയുടെ ഫോട്ടോയും നോക്കി ക്യാപ്റ്റൻ അമേരിക്ക എയർക്രാഫ്റ്റ് ക്രാഷ് ലാൻഡ് ചെയ്തു. പെഗ്ഗി സങ്കടത്തോടെ പൊട്ടിക്കരയുന്നതും കാണാം. അതായത് ക്യാപ്റ്റൻ അമേരിക്ക മരണപ്പെട്ടു. കഥയുടെ അവസാനം അവര് പല തവണ ആ എയർക്രാഫ്റ്റിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായി ശ്രമിച്ചു. എന്നാൽ അവർക്ക് അത് കണ്ടെത്താനായിട്ടില്ല. പെഗ്ഗി സങ്കടത്തോടെ ഇവിടെ ഹീറോന്റെ പഴയ ഫയൽ നോക്കുന്നത് കാണാം. അതിൽ ഹീറോന്റെ പഴയ ഒരു ഫോട്ടോയുമുണ്ട്. എന്തായാലും ആരും ഒരിക്കലും ക്യാപ്റ്റൻ അമേരിക്കയെ മറക്കത്തില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അവരുടെ രാജ്യത്തെ സൂപ്പർ ഹീറോ ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ്. ഓക്കെ ഗൈസ്, ഇതുവരെ നമ്മൾ പറഞ്ഞത് പഴയ കഥയാണ്. അഥവാ 1940കളിൽ നടന്ന രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് നടന്ന കഥയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാനായി പോകുന്നത് 70 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. അതായത് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ സംഭവത്തിന്റെ ബാക്കി. സോ ഇവിടെ ക്യാപ്റ്റൻ അമേരിക്ക കണ്ണ് തുറക്കുന്നത് കാണാം. അദ്ദേഹം ഒരു റൂമിലാണുള്ളത്. അവിടെ ഒരു പഴയ റേഡിയോന് ഒരു മാച്ചിന്റെ സ്കോർസ് ആണ് പറയുന്നത്. എന്നാൽ അത് 1941 മാച്ച് ആണ്. ആ സമയത്ത് ഹീറോ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഫ്ലൈറ്റ് ക്രാഷ് ആവുന്നതിന് മുൻപ് നടന്ന മാച്ച് ആണ് അത്. അങ്ങനെ ഹീറോക്ക് ചെറിയ സംശയമായി, ഞാൻ എവിടെയാണ് ഉള്ളത് എന്ന്. അവിടെ ഒരു സ്ത്രീ വന്നപ്പോൾ നിങ്ങൾ ആരാണ് എന്നൊക്കെ പറഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് ഹീറോ രക്ഷപ്പെടാനെ നോക്കിയപ്പോൾ അതൊക്കെ വെറും ഒരു സെറ്റാണ്. അതായത് ഹീറോനെ 70 വർഷങ്ങൾക്ക് ശേഷമാണ് ഐസിൽ നിന്ന് അവര് കണ്ടെത്തിയത്. കഴിഞ്ഞ 70 വർഷമായിട്ട് ഹീറോ ഉറക്കത്തിലായിരുന്നു എന്ന് അവര് പറഞ്ഞിട്ടില്ല. അത് പറയാതെ അവര് സെറ്റ് ഇട്ടിട്ട് ഹീറോ ഇപ്പോഴും 1940കളിൽ ഉണ്ട് എന്ന് തന്നെ വരുത്തി വെക്കാനേ ശ്രമിച്ചതാണ്. എന്നാൽ ഹീറോ അതൊക്കെ കണ്ടുപിടിച്ചു. അവിടുന്ന് ഓടി പുറത്തേക്ക് പോകുമ്പോൾ ന്യൂയോർക്ക് ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു. വലിയ ബിൽഡിങ്സ് ഒക്കെ വന്നിട്ട് ഇതൊക്കെ കണ്ട് ഹീറോ ശരിക്കും ഷോക്ക് ആവുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും കുറച്ച് ഓഫീസേഴ്സ് വന്ന് ഹീറോനെ വളയുകയാണ്. അവര് ഹീറോനോട് സോറി പറഞ്ഞു. പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. കഴിഞ്ഞ 70 വർഷമായിട്ട് നിങ്ങൾ ഉറക്കത്തിലായിരുന്നു സോൾജർ. കഥയുടെ അവസാനം ക്യാപ്റ്റൻ അമേരിക്ക വീണ്ടും ട്രെയിൻ ചെയ്യുന്നതായി കാണാം ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ഇവിടെയാണ് ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവെഞ്ചർ എന്ന സിനിമ അവസാനിക്കുന്നത്.